വാർത്തകൾ തുടരുന്നു. കോഴിവില കുതിക്കുന്നു. കിലോയ്ക്ക് 119. 2 ദിവസത്തിനിടെ 15 രൂപയുടെ വർധന. പച്ചക്കറിയുടെയും മീനിന്റെയും തൊട്ടാൽ പൊള്ളുന്ന വിലയിൽ നാട് സ്തംഭിച്ചു നിൽക്കെ കോഴിവിലയും കുതിച്ചു കയറുന്നു. 2 ദിവസത്തിനിടെ 15 രൂപയുടെ വർധനയുണ്ടായി. ഞായറാഴ്ച 104 രൂപയുണ്ടായിരുന്ന കോഴിക്ക് തിങ്കളാഴ്ച 112 രൂപയായി. ചൊവ്വാഴ്ച 119 കിലോയുടെ വില. മൊത്ത വ്യാപാര കേന്ദ്രത്തിലെ ചില്ലറ വിൽപ്പന വിലയാണ് ഇത്. അതേസമയം തീരദേശത്തെ ചില്ലറ വിൽപ്പനക്കാർ 125 രൂപ വരെ ഈടാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ മൊത്ത ഉപഭോഗത്തിന്റെ 70% തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കോഴികളാണ്. ജില്ലയിൽ ചാലക്കുടി അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്ന് വിതരണം ചെയ്യുന്നത് 25% വരൂ. തമിഴ്നാട്ടിലെ കർഷകർ ഉൽപാദനം കുറച്ച് വില വർദ്ധിപ്പിക്കുകയാണെന്ന് കേൾക്കുന്നു. ആഴ്ചകൾക്കുള്ളിൽ എത്തുന്ന റംസാൻ വിപണി ലക്ഷ്യം വെച്ചാണത്രേ ഇത്. എന്നാൽ സാധാരണ സ്കൂൾ തുറക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ ഉൽപാദനം കുറയ്ക്കാറുണ്ടെന്നും അതൊരു സാധാരണ പ്രതിഭാസമാണെന്നും തീരദേശത്തെ മൊത്തവിതരണക്കാരനായ ഇരിങ്ങാലക്കുട സ്വദേശി പറഞ്ഞു. തമിഴ്നാട്ടിലെ കോഴിക്ക് വില വർദ്ധിച്ചാൽ തദ്ദേശീയരായ ഫാമുടമകളും വില വർദ്ധിപ്പിക്കുമെന്നും എന്നാൽ റംസാൻ വിപണി ലക്ഷ്യം വെച്ച് പ്രത്യേക മാർക്കറ്റിംഗ് തന്ത്രങ്ങളില്ലെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു. ഏറെ തിരക്കുള്ള കാളമുറി ചളിങ്ങാട് റോഡിൽ പാലത്തിന്റെ കൈവരി തകർന്ന് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. കാളമുറി മസ്ജിദ് ഖബർസ്ഥാനിന് സമീപത്തെ പാലത്തിന്റെ വടക്ക് ഭാഗത്തെ കൈവരിയാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്നത്. തെരുവ് വിളക്കുകൾ കണ്ണടച്ച ഈ ഭാഗത്ത് ഇരുചക്രവാഹനക്കാർ ഏത് സമയവും അപകടത്തിൽപ്പെടാവുന്ന തരത്തിൽ തോട് തുറന്നു കിടക്കുകയാണ്. പഞ്ചായത്ത് അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എടത്തിരുത്തി കല്ലും കടവിൽ കടത്ത് നിലച്ചു. വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. രക്ഷിതാക്കൾ വഞ്ചി തുഴഞ്ഞാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ മറുകര കടത്തുന്നത്. കനാൽ അതോറിറ്റി ലൈസൻസ് പുതുക്കി നൽകാത്തതാണ് ഒരാഴ്ച മുമ്പ് കടത്ത് നിലയ്ക്കാൻ കാരണം. നിലവിൽ ഉപയോഗിച്ചിരുന്ന വഞ്ചി കേടായ അവസ്ഥയിലാണ്. സ്കൂൾ തുറന്നതോടെ വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ അപകട സാധ്യത കണക്കിലെടുത്താണ് നിലവിലെ കടത്തുകാരന്റെ ലൈസൻസ് പുതുക്കാതിരുന്നത്. കടത്ത് നിലച്ചതോടെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ ഏറെ പ്രയാസമാണ്. നളന്ദ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വലഞ്ഞത്. ഒരാഴ്ചയായി രക്ഷിതാക്കളാണ് രാവിലെയും വൈകിട്ടും വഞ്ചി തുഴഞ്ഞ് വിദ്യാർത്ഥികളെ കടത്തിവിടുന്നത്. 2 നേരവും കടത്ത് രക്ഷിതാക്കളെ വിഷമത്തിലാക്കിയിരിക്കുകയാണ്. കടത്ത് സംവിധാനം ഉടൻ ഒരുക്കിയില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് TC വാങ്ങി മറ്റു സ്കൂളിൽ ചേർക്കുമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. എടത്തിരുത്തി പഞ്ചായത്താണ് കടത്ത് നടത്തിവരുന്നത്. അതേസമയം ലൈസൻസ് പുതുക്കി നൽകാത്തതുകൊണ്ടാണ് കടത്ത് ഒരാഴ്ചയായി മുടങ്ങിയതെന്ന് എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് പറഞ്ഞു. സുരക്ഷ നോക്കിയാണ് കനാൽ അതോറിറ്റി നിലവിലെ ആളിന് ലൈസൻസ് നൽകാതിരുന്നത്. വഞ്ചിക്കും കേടുപാടുണ്ട്. പുതിയ വ്യക്തി കടത്ത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. പുതിയ വഞ്ചിയുള്ള ഇയാൾക്ക് ഉടൻ ലൈസൻസ് നൽകുമെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഉടൻ കടത്ത് പുനരാരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉപ്പന്തുരുത്തി കടത്തും 2 മാസമായി നിലച്ചിരിക്കുകയാണ്. കൂലി കുറവാണെന്ന് പറഞ്ഞ് കരാറുകാരൻ കാലാവധിക്ക് മുമ്പ് കടത്തി നിർത്തി പോവുകയായിരുന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ തുടരുന്നു. ക്ഷേത്രത്തിൽ നടത്തുന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിന്റെ പ്രാരംഭ ചടങ്ങുകൾക്ക് മുന്നോടിയായാണ് പ്രത്യേക പൂജകൾ നടത്തുന്നത്. മഹാമൃത്യുഞ്ജയ ഹോമം, ഗണപതി ഹോമം, ഭഗവതി സേവ എന്നിവയാണ് പൂജകളുടെ ഭാഗമായി നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേമന തരണനല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടക്കുന്നത്. പുലർച്ചെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 4:30 മുതൽ രാത്രി 8 വരെയുമാണ് പൂജകൾ. ഓരോ പൂജകൾക്കും അനുബന്ധമായി പ്രസാദ വിതരണവും ഉണ്ടായിരിക്കും. പ്രത്യേക പൂജകൾ ജൂൺ 16 സമാപിക്കും. കൈപ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ബുധനാഴ്ച ആഘോഷിക്കും. രാവിലെ ഗണപതി ഹോമം, കലശാഭിഷേകം, ശ്രീഭൂതബലി എന്നിവ നടക്കും. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി ശാന്തി, അഖിലേഷ് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശ്രീ സുബ്രഹ്മണ്യ സേവാ സംഘം ദേവമംഗലം ക്ഷേത്രത്തിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. പുതിയ ഭാരവാഹികളായി ക്യാപ്റ്റൻ ചന്ദ്രൻ തറയിൽ പ്രസിഡന്റ്, തറയിൽ ശിവരാമൻ സെക്രട്ടറി, രവീന്ദ്രൻ തറയിൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെയും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബുധനാഴ്ച സെമിനാർ നടത്തും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:30 സേവനാവകാശ നിയമം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ നടക്കുക. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് TS മായാദാസ് വിഷയാവതരണം നടത്തും. ജനപ്രതിനിധികളായ ബീന അജയ് ഘോഷ്, അനിൽ പുളിക്കൻ, PI ഷൌക്കത്ത് അലി, രജനി കൃഷ്ണാനന്ദ്, ശുഭ സുനിൽ, CM നൌഷാദ്, മഞ്ജുള അരുണൻ എന്നിവർ സംസാരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. താണിശ്ശേരി സ്വദേശിയായ യുവാവിനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം സ്വദേശി പണിക്ക് വീട്ടിൽ ഷിഹാബാണ് അറസ്റ്റിലായത്. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ സാമൂഹ്യ ഹരിതവൽക്കരണത്തിന് തുടക്കമായി. കനത്ത മഴയിൽ ചെമ്മാപ്പിള്ളിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.